കർത്താവിൻ്റെ മഹത്വം എല്ലാ സഹോദരങ്ങൾക്കും. വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ മുൻപായി കടന്നു വന്ന് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന ആ പുത്രത്വത്തിൻ്റെ അവകാശം അവിടുന്ന് ദാനമായി നൽകിയതിനാൽ നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ജനമേ, എല്ലാ കാലത്തും യഹോവയിൽ ആശ്രയിപ്പീൻ എന്ന ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. എല്ലാ കാലത്തും. അതുകൊണ്ടാണ് സാഹചര്യങ്ങളൊക്കെ പ്രതികൂലമായി, നിലനിൽപ്പും ജീവനും അപകടത്തിലായപ്പോഴും, സുഗമമായ അന്തരീക്ഷങ്ങൾ നഷ്ടപ്പെട്ടപ്പോഴും ഭക്തനായ ദാവീദ് പാടിയ ഒരു സങ്കീർത്തനം 34 തുടക്കം നിങ്ങൾ നോക്കി. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും. ആർക്ക് പാടാൻ പറ്റും അങ്ങനെ? തൻ്റെ ജീവനെതിരെ ഭീഷണി വന്ന ഓടിപ്പോകേണ്ട സമയത്ത് താൻ ചമച്ചൊരു സങ്കീർത്തനം 34 അവിടെ പറയുക, ഞാൻ യഹോവയെ ഒരു ദിവസമൊന്നല്ല എല്ലാ കാലത്തും വാഴ്ത്തും. പ്രതികൂലങ്ങളിലും ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ തയ്യാറാവണം. രേഖകളൊക്കെ വിപരീതമായി എഴുതി സിംഹത്തിൻ്റെ കുഴിയിലേക്കിടാൻ പോകുക. രേഖ കയ്യിലെടുത്ത് വെച്ച് സ്തോത്രം ചെയ്ത ദാനിയേൽ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചു. നമ്മളാണെങ്കിൽ അതും നോർമൽ രേഖയാണോ? ജീവൻ അപകടത്തിലാകുന്ന, ഫുൾ സ്റ്റോപ്പ് ഇടുന്ന ഒരു പ്രത്യേക സന്ദർഭത്തിൽ നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാനിരിക്കാൻ പറ്റുമോ? ചില വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ തളർന്നു പോയില്ലേ? പ്രാർത്ഥിക്കാൻ കഴിയാത്ത അവസ്ഥകൾ വരാറില്ലേ? നിരാശ വന്നില്ലേ? പക്ഷെ അവിടെയും ദൈവമേ സ്തോത്രം, അങ്ങറിയാതെ എനിക്കൊന്നും സംഭവിക്കില്ല. എൻ്റെ മേലുള്ള ദൈവശബ്ദം ഈ പ്രതികൂലങ്ങളിലും നിവർത്തീകരിക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയും. നോക്കൂ, മറുവശം ചിന്തിച്ചേ. ശൗലിൻ്റെ കയ്യിൽ ദാവീദിന് ദൈവം ഏൽപ്പിച്ചു കൊടുത്തോ? അബ്ശാലോമിൻ്റെ കയ്യിൽ വിട്ടുകൊടുത്തോ? ഫിലിസ്തീയ ശക്തിയുടെ കയ്യിലകപ്പെട്ടപ്പോഴും പ്രാണന് ഹാനി വന്നു. കാരണം ദൈവത്തിൻ്റെ ഒരു പ്രോമിസ് ദാവീദിൻ്റെ മേലുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ ആ ഭക്തന് പാടാൻ കഴിയും, ഞാൻ ഇതിൻ്റെ നടുവിലും യഹോവയെ വാഴ്ത്തും. സ്തോത്രം. മറ്റൊരു സങ്കീർത്തനം നമുക്കെല്ലാം അറിയാം, ഞാൻ നീതിമാനായിരുന്നു താൻ പറയുക. എന്നിട്ട് അത് എടുത്തു പറഞ്ഞിട്ട്, നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവൻ്റെ സന്തതി ആഹാരം ഇരക്കുന്നതും എപ്പോഴാണ്? ഞാൻ ബാലനായിരുന്നു, വൃദ്ധൻ ആയിത്തീർന്നു, വാർദ്ധക്യം വരെ ജീവിച്ചിട്ടാണ് താൻ പറയുന്നത്. ഞാൻ കാണാത്ത ഒരു കാര്യമതാ. അങ്ങനെയെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ധൈര്യത്തോടെ നമ്മൾ പറയണം, ഞാൻ യഹോവയെ എല്ലാ കാലത്തും. ജനമേ, എല്ലാ കാലത്തും നമ്മുടെ ഹൃദയം ദൈവമുൻപാകെ പകരണം. സാഹചര്യങ്ങൾ വരുമ്പോൾ അത് കണ്ട് മനം മടുത്ത് നിരാശപ്പെട്ട ഞാനിനിയും എങ്ങനെയായിത്തീരും എന്ന് ചിന്തിക്കാതെ, നമ്മുടെ കരത്തിൽ ഒരുവൻ പിടിച്ചിട്ടുണ്ട് എന്ന ചിന്ത ഇന്നും നമ്മളെ ഭരിക്കണം. ബലമുള്ള കരം കൊണ്ടാണ് അവിടുന്ന് പിടിച്ചത്. ആർക്കും പിടിച്ചു മാറ്റാൻ പറ്റില്ല കരത്തിൽ നിന്ന്, കേട്ടോ. ഒരു ശക്തിക്കും. നമ്മൾ പിശാചിനെ അല്ല പേടിക്കേണ്ടത്, നമ്മളോട് വാക്ക് പറഞ്ഞ സർവശക്തനായ വാക്കാണ് കേൾക്കേണ്ടത്. ആ വാക്കിലാണ് ധൈര്യപ്പെടേണ്ടത്. കുടുംബത്തെ നിർത്താമെന്ന് പറഞ്ഞത് ദൈവമാണ്, നിർത്തും. കുടുംബമായി ആരാധിപ്പിക്കുമെന്ന് ദൈവത്തിൻ്റെ ശബ്ദമുണ്ടെങ്കിൽ അത് സംഭവിക്കും. തലമുറകൾ ഇനി ഏതൊക്കെ ട്രാക്കിൽ തെറ്റിപ്പോയെന്ന് പറഞ്ഞാലും ആരുടെയെങ്കിലും അവരെ തിരിച്ചു കൊണ്ടുവരാനും എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. സാമ്പത്തികമാണോ? ദൈവത്തിന് ഒറ്റ സെക്കൻഡ് മതി. അതോ നിങ്ങളുടെ പ്രാർത്ഥനയും ആത്മീയതയും തകർന്നിരിക്കുകയാണോ? അതിനെ ഈ പകലും ആത്മശക്തിയിലേക്ക് കൊണ്ടുവരാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. യശയ്യാപ്രവചനം 44-ാം അധ്യായം 27-ാമത്തെ വാക്യം,
ഞാൻ ആഴിയോട് ഉണങ്ങിപ്പോകും, നിന്റെ നദികളെ ഞാൻ വറ്റിച്ചു കളയും എന്ന് കൽപ്പിക്കുന്നു. ആ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഞാൻ ആഴിയോട് ഉണങ്ങിപ്പോക, നിന്റെ നദികളെ ഞാൻ വറ്റിച്ചു കളയുമെന്ന് കൽപ്പിക്കുന്നു. തൊട്ട് മുമ്പത്തെ വാക്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ എൻ്റെ ദാസൻ്റെ വചനം നിവർത്തിച്ച എൻ്റെ ദൂതന്മാരുടെ ആലോചന അനുഷ്ഠിക്കുന്നു. യെരൂശലേമിൽ നിവാസികളുണ്ടാകുമെന്നും യഹൂദ നഗരങ്ങൾ പണിയപ്പെടുമെന്നും ഞാൻ അവയുടെ ഇടിവുകളെ നന്നാക്കുമെന്നും കൽപ്പിക്കുന്നു. അപ്പോൾ നന്നാക്കുന്ന ഒരു ദൈവമുണ്ട്, പണിയുന്ന ഒരു ദൈവമുണ്ട്. തൻ്റെ ദാസന്മാരോട് പറഞ്ഞ ദൈവത്തിൻ്റെ വചനം നിവർത്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ പകൽ ഇത് വിശ്വസിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം തുടക്കത്തിൽ അധ്യായം നോക്കൂ. എൻ്റെ ദാസനായ യാക്കോബെ, ഞാൻ തിരഞ്ഞെടുത്ത ഇസ്രായേലെ കേൾക്കാം. നിന്നോട് സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്, കേൾക്കാൻ തയ്യാറാവണം. നിന്നെ ഒഴിവാക്കിയ ദൈവമുണ്ട്, പുറത്തു കൊണ്ടുവന്ന ഒരു ദൈവമുണ്ട് സഹോദരങ്ങളെ. ആ ദൈവമാണ് സംസാരിക്കുന്നത്. എൻ്റെ ദാസന്മാരോട് ഞാൻ പറഞ്ഞ വാഗ്ദത്തങ്ങൾ നിവർത്തീകരിക്കും. ഏതൊക്കെ തടസ്സങ്ങൾ ഉണ്ടായാലും, ഒന്ന് ആഴി തടസ്സമായി നിൽക്കുകയാണ്, മുൻപോട്ട് വിടത്തില്ല എന്ന് പറഞ്ഞ്, ഇവിടം കൊണ്ട് തീർക്കുമെന്ന് പറഞ്ഞ്, ഫറവോൻ്റെ ഇഷ്ടം സാധിക്കുമെന്ന് ഫറവോൻ അത് കണ്ട് എൻജോയ് ചെയ്ത്. കാരണം ആഴിയുടെ മുമ്പിൽ ഇവർ വന്ന് നിൽക്കുക, ഒരു സ്റ്റെപ്പ് മുൻപോട്ട് പോകാൻ പറ്റില്ല. പക്ഷേ ദൈവം പറഞ്ഞു, ഞാൻ എൻ്റെ ദാസന്മാരോട് പറഞ്ഞ വചനം നിവർത്തീകരിക്കാൻ പോകുകയാണ്. ആഴിയെ ഉണക്കാൻ എനിക്ക് കഴിയും. ഇന്ന് പകൽ വിശ്വസിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യൂ. മരുഭൂമിയിൽ എൻ്റെ ജനത്തെ വിട്ടയക്കാൻ മോശ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച കൽപ്പന ഫറവോനോട് പറഞ്ഞപ്പോൾ ഫറവോൻ സമ്മതിച്ചില്ല. നമുക്ക് അറിയാമല്ലോ, അവസാനത്തെ ബാധയും വന്നപ്പോഴാണ് ഫറവോൻ വിട്ടയക്കാൻ തയ്യാറായത്. ഇനി നിങ്ങൾ നോക്കൂ, തൻ്റെ ജനത്തെ കനാലിലെത്തിക്കാൻ വേണ്ടി ദൈവം വിളിച്ചെങ്കിൽ ആഴിക്ക് തൊടാൻ പറ്റില്ല, മുക്കിക്കളയാൻ പറ്റില്ല. ആ ഒരു ഉറപ്പ് ഇന്ന് പകലുണ്ടാകണം. വിളിച്ചത് കനാലിലേക്ക് പോകാനാണ്, വിളിച്ചത് പകുതി വഴിക്ക് അസ്തമിക്കാനല്ല, വിളിച്ചത് ഇവിടെ കിടന്ന് തകർന്നു പോകാനല്ല എന്നൂടെ ഇന്ന് പകൽ തൻ്റെ ജനം വ്യക്തമായി മനസ്സിലാക്കി ആത്മാവിൽ ധൈര്യം ഏറ്റെടുക്കണം. അവിടെ ആഴി നിന്ന് വെല്ലുവിളിക്കുകയാണ്. പക്ഷേ ഇപ്പുറത്ത് ദൈവത്തിൻ്റെ ഒരു കമാൻഡ് പുറപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഏത് വെല്ലുവിളി ഉണ്ടെങ്കിലും ഞാൻ എൻ്റെ ജനത്തെ പുറപ്പെടുവിച്ചത്, എൻ്റെ ദാസന്മാർക്ക് വേണ്ടി വെളിപ്പെട്ട എൻ്റെ വചനം നിവർത്തീകരിക്കേണ്ടത് എൻ്റെ ആവശ്യമാണ്. പ്രിയ സഹോദരങ്ങളെ, വാക്ക് പറഞ്ഞവനെ നമ്മൾ പഠിപ്പിക്കേണ്ട, വഴി ഇന്നത് ആകണം, ഇനി എന്ത് ചെയ്യും, ഇനി എങ്ങനെ തുറക്കും എന്നൊന്നും ചോദിച്ച് ദൈവത്തോട് ഇന്ന് പകൽ പരിതപിക്കാതെ മുമ്പോട്ട് പോകാൻ പറഞ്ഞ ദൈവത്തിനറിയാം എങ്ങനെ തുറക്കണമെന്ന്. ദൈവം പറഞ്ഞില്ലേ മുമ്പോട്ട് പോകും. നമ്മൾ നോക്കുമ്പോൾ എങ്ങനെ മുമ്പോട്ട് പോകുന്നത്? ദൈവം പറഞ്ഞെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കാനും കഴിവുള്ളത് കൊണ്ടാണ് ദൈവം പറഞ്ഞത്, പ്രവർത്തിക്കാൻ ശക്തിയുള്ളത് കൊണ്ടാണ് ദൈവം പറഞ്ഞത്. ഇന്ന് പ്രഭാതത്തിൽ ഈ ദൂത ഏറ്റെടുത്ത് ദൈവത്തിന് മഹത്വം കരേറ്റാൻ ദൈവമക്കൾ തയ്യാറാവണം. അവർ നോക്കി നിൽക്കെ കരകവിഞ്ഞൊഴുകുന്ന ആഴിയുണ്ടല്ലോ, അത് ഡിവൈഡ് ചെയ്ത് രണ്ട് സൈഡിലേക്ക് മാറി കേട്ടോ. ഈ പകൽ ജനത്തെ പ്രവേശിപ്പിക്കത്തില്ലെന്നും നീ മുങ്ങിപ്പോകുമെന്ന് നിൻ്റെ അകത്ത് തന്നെ പിശാച് കൊണ്ടുവരുന്ന ചില ചിന്തകൾ യേശുവിൻ്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്ത ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിക്ക് വേണ്ടി നിന്ന് ഒന്ന് ഏൽപ്പിച്ച് കൊടുക്കാൻ തയ്യാറാകുമെങ്കിൽ ഒരു നിമിഷം നിന്ന് ദൈവശബ്ദം കേട്ട, കർത്താവിൻ്റെ വചനത്തിൻ്റെ ആജ്ഞ കേട്ട ഈ പകൽ കർത്താവെ ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ആഴി മതിലുപോലെ നിൽക്കും. വിശ്വസിക്കുക, വെള്ളം മതിലുപോലെയാകും. പ്രൈസ് ദി ലോർഡ്. ഇതാ ദൈവപ്രവൃത്തി. അത് ഉണങ്ങേണ്ടതിനെ ഉണക്കും. നമുക്കറിയാം, യോർദാൻ കരകവിഞ്ഞൊഴുകുകയാണ്. അതും കൊയ്ത്തുകാലത്ത് പോലും ഇവർക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല.
വിളവെടുക്കാൻ കഴിയുന്നില്ല. സന്തോഷം നഷ്ടപ്പെട്ടിട്ട് നാളുകളായി അടിസ്ഥാനങ്ങൾ പോലും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. സ്വസ്ഥതകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മരണത്തിൻ്റെ ആ യോർദാൻ്റെ കരകവിഞ്ഞൊഴുകുന്ന അവസ്ഥകൾക്ക് ഇന്ന് പകൽ ഫുൾ സ്റ്റോപ്പ് ഇടാൻ ദൈവം കമാൻഡ് പുറപ്പെടുവിച്ചു. മറന്നുപോകരുത്, നദികളെ ആ ഒഴുക്കിന് ദൈവം നിർത്തുക മാത്രമല്ല, അതിനെ ഉണക്കാൻ ദൈവത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. വന്ന വഴിക്ക് ഒഴുക്ക് മാറിപ്പോയി. തൻ്റെ ജനം ഉണങ്ങിയ നിലത്തൂടെ അക്കരെ കടന്നു. പെട്ടകം വഹിച്ച പുരോഹിതന്മാർ ചോദ്യം ചെയ്തില്ല. അവർക്കറിയാം ഞങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്ന അഭിഷേകം, ദൈവത്തിൻ്റെ സാന്നിധ്യം അവർ തോളന്മേലെ പെട്ടകമുണ്ടെങ്കിൽ ഇന്ന് പകൽ ആത്മാവിൽ വിളിച്ചു പറയുന്നു, പെട്ടകം നിൻ്റെ തോളിൽ ഉണ്ടെങ്കിൽ വഴി മാറാത്തത് വഴി മാറും. യെസ്, കര കവിഞ്ഞൊഴുകുന്നത് ഈ പകൽ ഉണങ്ങിയ നിലം പോലെയായി നിന്നെ നടത്തേണ്ടതിന് സ്മൂത്തായൊരു പാത ദൈവമായി തുറക്കും. ദൈവം കൽപ്പന എൻ്റെ വിഷയത്തിനു വേണ്ടി പുറപ്പെടുവിച്ചു എന്ന് വിശ്വസിക്കുന്നവർ ഈ പ്രഭാതത്തിൽ ആമൻ പറഞ്ഞ് ദൂത ഏറ്റെടുക്കട്ടെ. എൻ്റെ ദാസന്മാർക്ക് വേണ്ടിയും എൻ്റെ ദാസിമാർക്ക് വേണ്ടിയും എൻ്റെ വചനത്തെ ഞാൻ നിവർത്തീകരിക്കുന്ന ദൈവമെന്ന് തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുന്നെങ്കിൽ ഇന്ന് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി ചില കുടുംബങ്ങൾ അറിയാൻ പോകുകയാണ്. അടുത്തത് എങ്ങനെയായിത്തീരും, എങ്ങനെ ഞങ്ങൾക്കിവിടെ നിൽക്കാൻ കഴിയും, ഇനി ഒരു ദൈവിക കരുതൽ ഉണ്ടാകുമോ? സാധ്യതകളെല്ലാം നോക്കുമ്പോൾ അടഞ്ഞു നിൽക്കുന്നു, ദേശം എതിരായി നിൽക്കുന്നു, മറ്റൊന്നും ഞങ്ങൾ കാണുന്നില്ല എന്ന് പറയുമ്പോൾ ഈ പകൽ വറ്റിക്കേണ്ടതിനെ വറ്റിക്കാൻ, ഉണക്കേണ്ടതിനെ ഉണക്കാൻ എൻ്റെ ദൈവത്തിൻ്റെ ശക്തിയും ബലവും യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ വെളിപ്പെട്ടു വരുന്നു. സ്തോത്രം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്താം. പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച ആലോചനയ്ക്കായി സ്തോത്രം, അങ്ങയുടെ ശക്തിക്കായി സ്തോത്രം. തൻ്റെ ദാസന്മാരോട് ദൈവം പറഞ്ഞത് നിവർത്തീകരിക്കാൻ കഴിവില്ലാത്ത ഒരു ദൈവമല്ല, ഫോഷ്ക്ക് പറയുന്ന ഒരു ദൈവമല്ല, വ്യാജം പറയുന്ന ദൈവമല്ല, അരുളി ചെയ്തതിനെ സംഭവിപ്പിക്കുന്ന ദൈവമാണ്. ഞങ്ങളത് വിശ്വസിച്ച് ഏറ്റെടുക്കുന്ന ദൈവമേ, യേശുവിൻ്റെ നാമത്തിൽ ചില ആഴികൾ വഴിമാറുന്നു. ചില നദികളുടെ ഒഴുക്കുകൾ നിലച്ച് ഉണങ്ങിയ നിലം പോലെയായി സ്മൂത്തായി ഞങ്ങളെ നടത്തുന്ന ഒരു ദൈവ പ്രവൃത്തി ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞങ്ങളുടെ മണ്ഡലത്തെ പോലും ഒഴുക്കിക്കളയുന്ന ദൂഷ്ടശക്തികൾ അഴിഞ്ഞു മാറട്ടെ. നിരാശ കൊണ്ടുവന്ന മടുപ്പിക്കുന്ന സകല പോർവിളികളും അഴിഞ്ഞു മാറട്ടെ. യേശുവിൻ നാമത്തിൽ ഒരു ആത്മീയ കരുത്ത് വ്യാപരിക്കട്ടെ, ബലം വ്യാപരിക്കട്ടെ. ഒരു കൃപയുടെ ആഴങ്ങൾ വിശ്വസിക്കുന്നവർ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവില്ലാത്ത വലുപ്പം ഇന്ന് പകൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മേൽ നസറേനായ യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ സംഭവിക്കട്ടെ. ഒരാത്മപകർച്ച വെളിപ്പെട്ട് വരട്ടെ. യേശുവിൻ നാമത്തിൽ അവർ സ്വതന്ത്രരാകട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. അവിടുന്ന് അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം. സകല മഹത്വവും തൃപ്പാദത്തിങ്കൽ മാത്രം അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ കൃപയുണ്ടായി പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ പ്രഖ്യാപിക്കൂ, എൻ്റെ ദൈവം ഇന്ന് പകൽ അവിടുന്ന് പറഞ്ഞ വചനം നിവർത്തീകരിക്കും. ആ ശബ്ദം ഞങ്ങൾക്ക് വേണ്ടി ഇന്നും വെളിപ്പെടുന്നു. അത് അത്ഭുതമായി പരിണമിക്കും. വിശ്വസിക്കുന്നവർ മാത്രം ആമേൻ പറയൂ. ഈ വചനങ്ങൾ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ക്രിസ്തേശുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു. സ്തോത്രം, 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 സ്തോത്രം.